ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കെ സ്മാർട്ട് എന്താണെന്നറിയാത്തവരായിട്ട് നമ്മളുടെ ഇടയിൽ ഇപ്പോഴും പലരും ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് പറയാം, 2024 പുതുവത്സര ദിനത്തിൽ കേരള സർക്കാർ ഒരുക്കിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി കെ സ്മാർട്ട് എന്ന് പറയുന്നത്. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന്, അതായത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റും സേവനങ്ങളും ഒക്കെ ഒരു മൊബൈൽ ഫോൺ മുഖേന എളുപ്പത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തും ഈ ഒരു കെ സ്മാർട്ട് വഴി. അപ്പം ഇതിന് നിരവധി ക്വിക്ക് സർവീസസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഫൈൻഡ് ചെയ്യുക, വെരിഫിക്കേഷൻ, പ്രോപ്പർട്ടി ടാക്സ്, ട്രാക്ക് ഫയല്, ബർത്ത് ആൻഡ് ഡെത്ത് റിപ്പോർട്ട് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. പിന്നെ അല്ലാത്ത സർവീസസ് ആണ് ബർത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, ബിൽഡിംഗ് പെർമിറ്റ്, പ്രോപ്പർട്ടി ടാക്സ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. നമുക്കറിയാം, ഒരു സർട്ടിഫിക്കറ്റിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ആഴ്ചകളും ദിവസങ്ങളൊക്കെ എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിലെത്തേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കെ സ്മാർട്ട് വഴി ഡിജിറ്റലി നമ്മുടെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റ് എത്തുന്നതായിരിക്കും. ഇതിൽ നിരവധി സർവീസസ് അവൈലബിൾ ആണ്. ഇവരൊക്കെയാണ് ഇതിന്റെ ലീഡർഷിപ്പ്. ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കെ സ്മാർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസും ഇവന്റ്സും ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇതൊരു ഗവൺമെന്റ് സ്കീം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആധാർ നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് നമ്മൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മൂന്നെണ്ണമാണ് നിലവിലുള്ള: ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ, സിറ്റിസൺ രജിസ്ട്രേഷൻ, ലൈസൻസ് രജിസ്ട്രേഷൻ. നമ്മൾ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആധാർ നമ്പർ യൂസ് ചെയ്തിട്ടാണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ ആണിത്. അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ആധാർ നമ്പർ കൊടുക്കാം. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് ഗെറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഇതിന്റെ ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒരു ഒ ടി പി നമുക്ക് ഇവിടെ കൊടുക്കാം. ആധാർ നമ്പറിലുള്ള പേര് ഇവിടെ താഴെ കാണിക്കും. എന്നിട്ട് നമുക്കിത് രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷന് ശേഷം ഇവിടെ വേറൊരു പോപ്പപ്പ് വരും. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ട്, അപ്പോൾ ആ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ്. ഇതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. നിലവിൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ കെ സ്മാർട്ടിൽ നിന്ന് ഇനി ലോഗ് ഔട്ട് അടിച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കൊടുത്ത നമ്പർ തന്നെയാണ് കൊടുക്കേണ്ടത്. ആ നമ്പർ ഉപയോഗിച്ച് കയറിയതിന് ശേഷമാണ്, അതിലെ ഒ ടി പി ഉപയോഗിച്ച് കയറിയതിന് ശേഷമാണ് നമ്മൾ സർവീസസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കെ സ്മാർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.